ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കുറച്ച് ചെറുതാക്കിയിട്ട് ഒരു ക്യൂബ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഹാഫ് ടീസ്പൂൺ വീതം ഇഞ്ചിയുടെ പൗഡറും വെളുത്തുള്ളിയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്താലും മതി. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സോയാ സോസ് കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പാണ്. അത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലും സോയാ സോസ് വാങ്ങാൻ കിട്ടും. അതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ തിക്കായിട്ടുള്ളതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 ടീസ്പൂണോളം മതിയാകും. ഇത് കുറച്ച് ലൂസായത് കാരണമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്നത് 250 ഗ്രാം ചിക്കനൊക്കെ ആണെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതിയാകും. പിന്നെ നമുക്കിതൊരു കുറച്ചൊരു ബാറ്റർ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഏകദേശം ഒരു 1/4 കപ്പ്, പിന്നെ കുറച്ച് അധികം കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ലൂസായി പോകരുത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള പൗഡറിൻ്റെ ഒക്കെ കൂടെ ചേർത്താലും മതി. ഇനി ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റ് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ ഒന്നും ഇതിന് യൂസ് ചെയ്യരുത്, ടേസ്റ്റ് മാറും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് കുറച്ച് അധികം ഓയിൽ എടുക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. നമ്മൾ എല്ലില്ലാത്ത പീസായിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. മാത്രമല്ല കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്താലും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചിക്കൻ ഇടയ്ക്ക് മറിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദയൊക്കെ മിക്സ് ചെയ്തത് കാരണം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കോട്ടിങ് ഉണ്ടാവും പുറത്ത്. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു സോസ് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു ഫുൾ വെളുത്തുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 6-7 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നമ്മൾ ഈ ഡ്രാഗൺ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അടുത്തതായിട്ട് ഒരു ചെറിയ സവാള ഞാൻ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളക് നടുവൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം സോയാ സോസിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ പിന്നെ സോയാ സോസും കൂടെ ആഡ് ചെയ്താൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടിപ്പോകും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നത് നോർമൽ മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി വെള്ളം കൂടി അങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ മഞ്ഞ കളറും റെഡ് കളറും ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ചേർത്ത് കൊടുക്കണം. കാരണം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും കൂടി ചേരുമ്പോഴാണ് ആ കറക്റ്റ് ഡ്രാഗൺ ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റാണ്. സോയാ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി, കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ജസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.